മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജുവിനൊരു സങ്കടം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരനായ മാർക്കും അങ്ങനെ സഹിക്കില്ല. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ സ്വന്തം ചേട്ടൻ തള്ളിക്കളഞ്ഞുവെങ്കിലും സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്ത് ചേട്ടനായിട്ടും ഇപ്പോൾ ഉള്ളത് മാർക്കോയാണ്. ഏത് പാതിരാത്രി വേണമെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് അവനോടൊപ്പം പോകാം. സ്വന്തം പെങ്ങളെ പോലെ കണ്ട് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ഏത് തുണിക്കടയിൽ നിന്നും മഞ്ജുവിനെ അപമാനിച്ച് പുറത്തിറക്കി വിട്ടുവോ ആ തുണിക്കടയിലെ മാനേജറിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കു. അപ്പം മാർക്കോയുടെ പെങ്ങളാണെന്ന് അറിഞ്ഞില്ല എന്ന് മാപ്പ് ചോദിക്കുന്നുണ്ട് അദ്ദേഹവും. ശേഷം മേഘനല്ല ആര് പറഞ്ഞാലും കേൾക്കാത്ത രൂപത്തിൽ മാർക്കോ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് നമ്മുടെ മാനേജർ. മഞ്ജുവിനെ തിരികെ ജോലിക്ക് എടുക്കുന്നു എന്ന് മാത്രമല്ല മാന്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മാനേജർ. എന്നിട്ട് മാർക്കോ പറയുന്നു, ആര് കാരണമാണ് വീണ്ടും മഞ്ജുവിനെ ജോലിക്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നീ ഒരുത്തൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ മഞ്ജുവിനെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. അവൻ വിളിച്ച് ചോദിച്ചാൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി, പിന്നൊന്നും അവൻ ചോദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ് പോകുന്നതിൻ്റെ പിന്നാലെ നമ്മുടെ മാനേജറാണെങ്കിൽ അശ്വതിയെ വിളിക്കുന്നുണ്ട്. അശ്വതി കാരണമാണല്ലോ മഞ്ജു ആ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വന്നത്. അശ്വതിയും മഞ്ജുവും ഭയങ്കര കൂട്ടുകാരാണെന്നറിയാവുന്ന മാനേജർ അശ്വതിയോട് തന്നെ പറയുന്നുണ്ട്, നാളെ തന്നെ മഞ്ജു തിരികെ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ പറയണമെന്ന്. അതും പ്രകാരം അശ്വതി വിളിച്ചു പറയുന്നു. മഞ്ജു ഈ കാര്യം സാഗറിനോട് ചെന്ന് പറയുമ്പോൾ സാഗർ ചോദിക്കുന്നു, ഇത്ര പെട്ടെന്ന് മാനേജറിന് ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം എന്താ? മഞ്ജു തന്നെ പറയുന്നുണ്ട്, മിക്കവാറും മാർക്കോ ചേട്ടൻ മാനേജറെ കണ്ടു കാണും. എന്തായാലും സാഗറേട്ടനും എൻ്റെ കൂടെ നാളെ തുണിക്കടയിലേക്ക് വരണമെന്നും ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സാഗറിനെയും കൂട്ടിക്കൊണ്ട് നാളെ തുണിക്കടയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. വൃശ്ചിക മാസമല്ലേ, ഈ മണ്ഡലകാലത്ത് നമ്മുടെ കണ്ണനും അനന്തവും മാർക്കോയും 3 പേരും കൂടി ചേർന്ന് വ്രതം നോറ്റ് ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ വ്രതത്തിലാണ് നമ്മുടെ കണ്ണൻ. ഒരു മണ്ഡലകാലത്തല്ലേ കണ്ണൻ വീൽ ചെയറിലായത്. അപ്പോൾ പിന്നെ ഈ മണ്ഡലകാലത്തിൽ തന്നെ കണ്ണൻ റിക്കവറി ആകുന്നത് കാണാൻ എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട്. വ്രതശുദ്ധിയോടെ കുളിച്ച് രാവിലെ തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി. അങ്ങോട്ടേക്ക് നമ്മുടെ കണ്ണൻ വീൽ ചെയറിൽ വരുമ്പോൾ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, ഇരുമുടിക്കെട്ടും തലയിൽ വെച്ച് നടന്ന് സന്നിധാനത്തിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കണ്ണേട്ടാ. തൻ്റെ വിശ്വാസം എനിക്കും ഇപ്പോൾ ഉണ്ടോ. തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയതിന് ശേഷം പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ടല്ലോ, പണ്ട് കണ്ണൻ അപകടം പറ്റിയ അതേ സമയം മഹാലക്ഷ്മിയുടെ കൈകളിൽ വന്നു ചേർന്ന ആ അയ്യപ്പൻ്റെ വിഗ്രഹം, കണ്ണന് ദേവി മുത്തശ്ശി സമ്മാനമായി കൊടുത്ത ആ അയ്യപ്പൻ്റെ വിഗ്രഹവും എടുത്ത് മഹാലക്ഷ്മി പൂജയ്ക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ദുർഗാമ്മ മഹാലക്ഷ്മി കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ പോകുന്നു. മണ്ഡലകാലമായി ഒരുത്തനെ മാലയിട്ട് മലകയറ്റാൻ പോവുക. ഈ നല്ലൊരു ദിവസമെങ്കിലും അമ്മ ചുമ്മാ വേണ്ടാത്ത വർത്താനമൊന്നും പറയില്ലെന്നും പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങ് പോകുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് കാപ്പി കഴിച്ചുകൊണ്ടിരുന്ന ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നു, അവരെന്തെങ്കിലും ചെയ്യട്ടെ, ഇനി എന്തെങ്കിലും പറ്റുവാണെങ്കിലും അനുഭവിക്കട്ടെ. അത് കേട്ടതും ദുർഗയ്ക്ക് സന്തോഷമാകുന്നു. ചിലപ്പോൾ ഇനി എന്തെങ്കിലും പറ്റിയാലോ. വീൽ ചെയറിലിരിക്കുന്ന ഒരാളെയും കൊണ്ടല്ലേ മല ചവിട്ടാൻ പോകുന്നത്. സന്നിധാനത്തേക്കുള്ള യാത്രയ്ക്ക് പോലും അമ്മയുടെയും മകൻ്റെയും ദുഷിച്ച വാക്കുകൾ മാത്രമേ വായിൽ നിന്നും വരുന്നുള്ളൂ. പുറത്തു വന്നിരിക്കുന്ന സ്വാമിമാരെ കണ്ട് ദുർഗയും ഉണ്ണി ആകെ ഷോക്കാവുന്നു. കണ്ണൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് സ്വാമിമാർ കൂടെയുണ്ട്. മഹാലക്ഷ്മി ഒരു സാധാരണ സ്ത്രീയാണോന്ന് പോലും പലപ്പോഴും ദുർഗയ്ക്കും ഉണ്ണിക്കുമൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹമുള്ളവരാണ് ഇവരെന്ന് നന്നായിട്ടറിയാം. തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ലെന്നും അറിയാം. പൂജകളെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുന്ന ദുർഗയും ഉണ്ണിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇന്നെന്തായാലും നമ്മുടെ മോഹിനിയമ്മ മഹാലക്ഷ്മിയെ വിളിച്ച് ഉണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അതായത് ഉണ്ണി പറയുന്നുണ്ട്, ഒരു പൊടിക്ക് നിങ്ങളുടെ മോളോടൊന്ന് ഒതുങ്ങാൻ പറ. ഈ വീട്ടിൽ രാജകുമാരിയായി ജീവിച്ച കരുണയ്ക്ക് പാദസേവ ചെയ്യാനാണ് മഹാലക്ഷ്മിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചത്. അത് നടന്നില്ലെന്ന് മാത്രമല്ല, കണ്ണേട്ടനേക്കായും ഏറ്റവും തലപ്പൊക്കത്താണ് വന്നിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ വെറും കൂലിക്കാരായിട്ട് കണ്ട് ഓരോന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പം സഹിക്കുന്നില്ല. ആദ്യം അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരട്ടെ, അതിനുശേഷമല്ലേ അവരെ ദ്രോഹിക്കണോ വേണ്ടിയോ എന്ന് മറ്റുള്ളവരെ എനിക്ക് ഉപദേശിക്കാൻ പറ്റൂ. കരുണയുടെ സ്വഭാവത്തിലും വലിയ മാറ്റമൊന്നുമില്ല. തനിക്ക് പറ്റിയ ഈ ആപത്തിന് പിന്നിൽ മഹാലക്ഷ്മിയും തൻ്റെ അമ്മയും ആണെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. താൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് തനിക്ക് കിട്ടിയെന്നുള്ളൊരു ബോധമൊന്നും ഇപ്പോഴും കരുണയ്ക്ക് വന്നിട്ടില്ല.
എന്തായാലും നമ്മുടെ കണ്ണന് ഒരു മണ്ഡലകാലത്ത് നഷ്ടമായ കാലിൻ്റെ സ്വാധീനം ഈ മണ്ഡലകാലത്തോടെ തിരികെ കിട്ടട്ടെ എന്ന് തന്നെ വിശ്വസിക്കാം. മല കയറി നടന്നു വരുന്ന കണ്ണൻ്റെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.